Okay, dear students, welcome to our second year Computer Science and Computer Application previous question discussion class. Okay, ഇതിൽ first question ചോദിച്ചിരിക്കുന്നത് which among the following is equivalent to the statement series B equal to A equal to A plus 1. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് താഴെ നിന്ന് നമ്മൾ കണ്ടെത്തണം. ബിയിലേക്ക് എ സ്റ്റോർ ചെയ്തു, എ ഈക്വൽ ടു എ പ്ലസ് 1. അതായത് ബിയുടെ വാല്യൂ എന്തായിരിക്കണം? എയുടെ വാല്യൂയോട് കൂടി 1 ആഡ് ചെയ്ത റിസൾട്ട് വാല്യൂ ആണ് എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നത്? ബിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഈക്വലന്റ്? ഓക്കെ, എന്റെ ആൻസർ ബി, സെക്കൻഡ് ആയുള്ള ബി ആണ്. അതായത് ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് ആണ്. അതായത് എ എന്ന വാല്യൂനോട് 1 ആഡ് ചെയ്യും, എന്നിട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റീറൈറ്റ് ദി ഫോളോയിങ് സി പ്ലസ് കോഡ് യൂസിംഗ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്ന സി പ്ലസ് പ്ലസ് കോഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യുന്ന നോക്കാം. സി ഇൻ, ഇതേ ലൈനിൽ നമുക്ക് ചെയ്യാം. സി ഇൻ പി കോഡ് ഇസ് എ വാരിയബിൾ. ഓക്കെ, അടുത്തത് ഇഫിന് പകരം സ്വിച്ച് യൂസ് ചെയ്യുന്നതിന്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്വിച്ച് ഓഫ് പി കോഡ്. ഓക്കെ, സ്വിച്ചിന്റെ കേസായിട്ട് എന്ത് വരണം? പി കോഡ് വരണം. ദെൻ സ്വിച്ചിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി വേണ്ട നമുക്ക് കേസ് ചെക്ക് ചെയ്യണം. സ്വിച്ചിന്റെ കേസ് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ കേസ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കേസ് സി ആണെങ്കിൽ, ഇവിടെ പറഞ്ഞു പി കോഡ് ഈക്വൽ ടു സി ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് വരണം. ഓക്കെ, അപ്പൊ കേസ് സി ആണോ ചെക്ക് ചെയ്യുക. ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? സി ഔട്ട് കമ്പ്യൂട്ടർ. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ആ കേസിനെ ബ്രേക്ക് ചെയ്യണം. ശരിയാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, വൺസ് അഗെയിൻ സ്വിച്ച് ഓഫ് പി കോഡ്. സ്വിച്ചിന്റെ കേസായിട്ട് എന്ത് വരണം? പി കോഡ് വരണം. ഓക്കെ, നമ്മൾ പി കോഡ് സി ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പ്രിന്റ് ചെയ്യണം. അതുപോലെ പി കോഡ് കേസ് സി ആണോ എങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? കമ്പ്യൂട്ടർ എന്ന് പ്രിന്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി സെയിം ആസ് സ്വിച്ചിന്റെ കേസായിട്ട് എന്താണോ നോക്കണം? കേസ് എം ആണോ നോക്കാം. ഓക്കെ, കേസ് എം ആണോ? ആണെങ്കിൽ വീണ്ടും നമ്മൾ പറയാം സി ഔട്ട് മൊബൈൽ ഫോൺ. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ എന്ത് പറയാം? കേസ് ബ്രേക്ക് ചെയ്യിക്കുക. ബ്രേക്ക്. നെക്സ്റ്റ് വേണ്ട നമുക്ക് എൽ ആണോ നോക്കണം. പി കോഡിന്റെ വാല്യൂ എൽ ആണോ നോക്കണം. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? കേസ് വീണ്ടും ചെക്ക് ചെയ്തു. കേസ് എൽ ആണോ നോക്കാം. എൽ ആണെങ്കിൽ നമുക്ക് വേണം സി ഔട്ട് ലാപ്ടോപ്പ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? അത് കേസിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? സി ഔട്ട് ഇൻവാലിഡ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഡിഫാൾട്ട്. ഡിഫാൾട്ടിനകത്ത് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് സി ഔട്ട് ഇൻവാലിഡ് ആണ്. ഇൻവാലിഡ് കോഡ്. ഓക്കെ, നമ്മൾ സ്വിച്ചിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റി? സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ചോദിച്ചിരിക്കുന്നത്
പി കോഡിൽ സി വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പ്രിന്റ് ചെയ്യണം. പി കോഡിൽ എം വരികയാണെങ്കിൽ മൊബൈൽ ഫോൺ എന്ന് പ്രിന്റ് ചെയ്യണം. പി കോഡിൽ എൽ വരികയാണെങ്കിൽ ലാപ്ടോപ്പ് എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനി പി കോഡിൽ സി അല്ല, എം അല്ല, എൽ അല്ല, വേറെ ഏതെങ്കിലും വാല്യൂ വരികയാണെങ്കിൽ എന്ത് വേണം? ഇൻവാലിഡ് കോഡ് എന്ന് പ്രിന്റ് ചെയ്യണം. അത് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? C++ലെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സ്വിച്ച് ഓഫ് പി കോഡ് കേസ് സി ആണോ നോക്കും, ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ബ്രേക്ക് ചെയ്യും. ഇനി വീണ്ടും എന്ത് ചെയ്തു? കേസ് എം ആണോ നോക്കും, എം ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? മൊബൈൽ ഫോൺ എന്ന് പ്രിന്റ് ചെയ്യും. ബ്രേക്ക് ചെയ്തു. ഈ കേസ് എൽ ആണോ നോക്കും, എൽ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? ലാപ്ടോപ്പ് എന്ന് പ്രിന്റ് ചെയ്യും. ബ്രേക്ക് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഡിഫാൾട്ട് ഇതൊന്നും അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? ഇൻവാലിഡ് കോഡ് എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ വന്ന് എ ഡാഷ്ഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ ലൂപ്പ് ഫോഴ്സസ് ദി ടെർമിനേഷൻ ഓഫ് ദാറ്റ് ലൂപ്പ്. ഒരു ലൂപ്പിന്റെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അതിനെ എൻഡ് ചെയ്യിക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യിക്കുന്നത് എന്നാണ് ചോദ്യം. ഒരു ലൂപ്പില് നമുക്കറിയാം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടായിരിക്കും, ഇനീഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും, ബോഡി ഓഫ് ലൂപ്പ് ഉണ്ടായിരിക്കും, ആൻഡ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ഇതിൽ ഏത് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ലൂപ്പിനെ എൻഡ് ചെയ്യിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ ഇതാണ്. ഒരു ലൂപ്പിനെ എൻഡ് ചെയ്യിക്കുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ or condition statement. ഓക്കെ, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കിക്കൊണ്ടിരിക്കും. ട്രൂ ആണെങ്കിൽ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഫാൾസ് കാണുന്നത് അപ്പോൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആകും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ് ഒരു ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതാണ് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ലൂപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഉണ്ട്, എൻട്രി കൺട്രോൾ ലൂപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ താഴെ തന്നിരിക്കുന്ന ഏതാണ് ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? ഓക്കെ, ആൻസർ ഇതാണ്. ഡു വൈൽ ലൂപ്പാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഓക്കെ, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് മാത്രമാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഓർത്തിരിക്കും. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസർ ആയി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വിത്ത് എൻ എക്സാമ്പിൾ. എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്? അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചെയ്തു നോക്കാം. എ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് മൾട്ടി ബ്രാഞ്ചിങ് കണ്ടീഷൻ ചെക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. ഒന്നിലധികം ബ്രാഞ്ചസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ഇസ് വർക്ക്ഡ് ഓൺ ഓൺലി ഈക്വാലിറ്റി കണ്ടീഷൻ. ഈക്വാലിറ്റി കണ്ടീഷൻ അല്ലെങ്കിൽ ഈക്വാലിറ്റി ഓപ്പറേഷന്റെ മുകളിൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ? സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുള്ളൂ. ഈഫ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ബട്ട് എന്ത് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ? ഈക്വാലിറ്റി മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതേസമയം ഈഫിനകത്ത് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആയ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു എല്ലാ കണ്ടീഷൻസും മേൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഈഫിനകത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ എന്ത് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ? ഈക്വാലിറ്റി മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 6.1. ഹൗ ഡസ് എ ഗോ ടു സ്റ്റേറ്റ്മെന്റ് വർക്ക്? എങ്ങനെയാണോ ഒരു ഗോ ടു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. എ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ക്യാൻ ട്രാൻസ്ഫർ ദി പ്രോഗ്രാം കൺട്രോൾ ടു എനിവേർ ഇൻ ദി ഫംഗ്ഷൻ ഓർ പ്രോഗ്രാം. അതായത് ഗോ ടു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഒരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനകത്തോ ഒരു ലൊക്കേഷൻ മറ്റേത് ലൊക്കേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. വൺസ് അഗെയിൻ, ഒരു പ്രോഗ്രാമിനകത്ത് പ്രോഗ്രാം കൺട്രോൾ അല്ലെങ്കിൽ പ്രോഗ്രാം ഫോക്കസിംഗ് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇനി എവിടെ നിന്നാണോ നമ്മൾ ഇനി
എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ടാർഗറ്റ് വേണം. എങ്ങോട്ടാണോ എക്സിക്യൂഷൻ മൂവ് ചെയ്യേണ്ടത്, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടാർഗറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ആ ടാർഗറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഏത് യൂസ് ചെയ്തിട്ടാണ്? ലാബിൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഗോ ടു സ്റ്റേറ്റ്മെന്റ് കൂടെ എന്തുണ്ടായിരിക്കും? ലാബിൽ ഉണ്ടായിരിക്കും. ലാബിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ലൊക്കേഷൻ മറ്റൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പൊ ഏത് ലൊക്കേഷനിലേക്കാണോ ജമ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യണം, അതായത് ടാർഗറ്റ് ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കേസ് നമ്മൾ 50 വരെ പ്രിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ 10 വരെ പ്രിന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പാണ്. ഓക്കെ, ലൂപ്പ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 50 വരെ അല്ലെങ്കിൽ 10 വരെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് എക്സാമ്പിൾ നോക്കാം. ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഇന്റ് I equal to 1. Then start. ഇതൊരു ലാബിലാണ്. സ്റ്റാർട്ട്. then പറഞ്ഞു സി ഔട്ട് ഐ എന്ന് പറഞ്ഞു. then ഐ പ്ലസ് പ്ലസ് ഐനെ ഇൻക്രിമെന്റ് ചെയ്തു. then ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഗോ ടു സ്റ്റാർട്ട്. ഓക്കെ, 10 വരെ നമുക്ക് ലൂപ്പില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഐയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പറയും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? സി ഔട്ട് ഐ ഒന്ന് പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 1 എന്നാണ്. അതിന് ഇൻക്രിമെന്റ് ചെയ്യും. ഇൻക്രിമെന്റ് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അതിന് ചെക്ക് ചെയ്യും. എത്രയാ? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആവും. ട്രൂ ആകുമ്പോൾ ഗോ ടു സ്റ്റാർട്ട്. ഐ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വീണ്ടും എങ്ങോട്ട് മൂവ് ചെയ്യും? സ്റ്റാർട്ടിലേക്ക് മൂവ് ചെയ്യും. വീണ്ടും ഐ പ്രിന്റ് ചെയ്യും. ഐ ഇൻക്രിമെന്റ് ചെയ്യും. അതിന് ചെക്ക് ചെയ്യും. ഗോ ടു സ്റ്റാർട്ട്. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആവുന്ന ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അപ്പോൾ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് എന്നാണ് ഇവിടെ ലാബ്. അപ്പോൾ ഗോ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ലാബിൽ സ്റ്റാർട്ട് എന്ന ലാബിൽ പ്രോഗ്രാമിൽ എവിടെ കാണുന്നോ അത് അങ്ങോട്ട് ജമ്പ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിൽ ഇതിന് മുകളിലാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഗോ ടു സ്റ്റാർട്ട് പറഞ്ഞാൽ സ്റ്റാർട്ട് എന്ന ലാബിലേക്ക് മൂവ് ചെയ്യും. ലാബിൽ എവിടെ കിടക്കുന്ന അവിടെ മുതലായിരിക്കും വീണ്ടും എക്സിക്യൂഷൻ വരുന്നത്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്. എക്സ്പ്ലെയിൻ അബൌട്ട് എനി ടു. എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്? ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു. ദെൻ അതിന് 2 എക്സാമ്പിൾസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ആൻസർ എന്താ നോക്കാം. ദി സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദി പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ആർ കാൾഡ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്. അതായത് പ്രോഗ്രാമിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നമുക്ക് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, മുകളിൽ നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഈ ഒരു ട്രാൻസ്ഫറിങ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിന്റെ ഒരു ലൊക്കേഷൻ മറ്റൊരു ലൊക്കേഷനിലേക്ക് ഫോക്കസിംഗ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി എക്സാമ്പിൾസിനാണ് പറയുന്നത്. ഗോ ടു സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എക്സാമ്പിൾ ഫസ്റ്റ് ഇന്റ് ഐ എന്നൊരു വേരിയബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. നെക്സ്റ്റ് ഫോർ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ലൂപ്പിനകത്ത് പറഞ്ഞു സി ഔട്ട് ഐ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കണ്ടീഷൻ. ഇഫ് ഐ ഈക്വൽ ടു 5 ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയുന്നത്? ബ്രേക്ക് എന്ന് പറയുന്നു. ബ്രേക്ക് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പ് 10 വരെ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ എപ്പോഴാണോ ഐയുടെ വാല്യൂ 5 കാണുന്നത് അപ്പോഴെന്ത് ചെയ്യും? ലൂപ്പിനെ ബ്രേക്ക് ചെയ്യും. അപ്പൊ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്ന ആ ലൂപ്പിനെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഐയുടെ വാല്യൂ 1 ആണ്. 10 വരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഐ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഐയുടെ വാല്യൂ 5 വരുന്നത് അപ്പോഴെന്ത് ചെയ്യും? അതിനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ
ഔട്ട്പുട്ട് എന്തായിട്ടുള്ളൂ 1 to 5 ഉണ്ടായിരിക്കുള്ളൂ. എന്തുണ്ടാവില്ല? 1 to 10 ഉണ്ടാവില്ല. കാരണം അതിന്റെ വാല്യൂ എപ്പോൾ 5 കാണുന്നു അപ്പം എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതേ പ്രോഗ്രാം നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഇന്റ് I for I equal to 1, I less than or equal to 10, I plus plus. Okay, ഇനി ലൂപ്പിനകത്ത് നമ്മൾ പറഞ്ഞു cout ഐനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ വെച്ച് ചെക്ക് ചെയ്യുന്നു. ഇഫ് ഐയുടെ വാല്യൂ ഈക്വൽ ടു 5 ആണ്, ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം? കണ്ടിന്യൂ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ലൂപ്പ് ക്ലോസ്. ഓക്കെ, മുകളിൽ ബ്രേക്ക് എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു? കണ്ടിന്യൂ എന്ന് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും നോക്കാം. ഔട്ട്പുട്ട് ഓക്കെ, 1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും, 3 പ്രിന്റ് ചെയ്യും, 4 പ്രിന്റ് ചെയ്യും, then 6, 7, 8, 9, 10 ഈ രീതിയിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ 5 എന്ന വാല്യൂ ചെക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? അതിനെ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ 5 ഐയുടെ വാല്യൂ എപ്പോഴാണോ 5 കാണുന്നത് അപ്പം എന്ത് ചെയ്യും? കണ്ടിന്യൂ വർക്ക് ചെയ്യും. കണ്ടിന്യൂവിന് പ്രത്യേകം എന്താണ്? സ്കിപ്പ് ചെയ്യും. അപ്പൊ 5നെ സ്കിപ്പ് ചെയ്ത് വീണ്ടും എവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. 6, 7 എന്ന രീതിയിൽ വീണ്ടും എന്ത് ചെയ്യും? അടുത്ത ഇറ്ററേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ ഫംഗ്ഷനകത്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അബൌട്ട് നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്താണ് നെസ്റ്റഡ് ലൂപ്പ്? ഫസ്റ്റ് നോക്കാം. പ്ലേസിംഗ് എ ലൂപ്പ് ഇൻസൈഡ് ദി ബോഡി ഓഫ് അനദർ ലൂപ്പ് ഈസ് കാൾഡ് നെസ്റ്റഡ് ലൂപ്പ്. അതായത് ഒരു ലൂപ്പിന്റെ ബോഡിക്കകത്ത് മറ്റൊരു ലൂപ്പ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. അതായത് ഒരു ലൂപ്പിന്റെ ബോഡിക്കകത്ത് മറ്റൊരു ലൂപ്പ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇന്റ് I, J രണ്ട് വാരിയബിൾസ്. then for I equal to 1, I less than or equal to 5, then I plus plus. Okay, അതിനകത്ത് നമ്മൾ പറയുന്ന cout /n എന്ന് പറയുന്നു ന്യൂ ലൈൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ഓരോ ലൈന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതിന് താഴെ മറ്റൊരു ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫോർ j equal to 1, j less than or equal to I, j plus plus. സെക്കൻഡ് ലൂപ്പ്. അതിനകത്ത് നമ്മൾ പറയുന്ന cout സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഔട്ടറിൽ വരുന്ന ലൂപ്പ് ഇതാണ്, ഇന്നറിൽ വരുന്ന ലൂപ്പ് ഇതാണ്. ഓക്കെ, ഫസ്റ്റ് ടൈമിൽ ഔട്ടറിൽ ലൂപ്പ് വർക്ക് ചെയ്യും, എന്നിട്ട് എങ്ങോട്ട് ജമ്പ് ചെയ്യും? ഇന്നർ ലൂപ്പിലേക്ക് ജമ്പ് ചെയ്യും. ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നർ ലൂപ്പ് എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അപ്പം ഇന്നർ ലൂപ്പ് ഔട്ടായിട്ട് വീണ്ടും അങ്ങോട്ട് മൂവ് ചെയ്യും, ഔട്ടർ ലൂപ്പിലേക്ക് മൂവ് ചെയ്യും. ഔട്ടർ ലൂപ്പ് അപ്പോഴേക്കും അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഔട്ടർ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യും, ഒരു തവണ വർക്ക് ചെയ്യും, വീണ്ടും അങ്ങോട്ട് ജമ്പ് ചെയ്യും, ഇന്നർ ലൂപ്പിലേക്ക് വർക്ക് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ദി ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻ C++ ഈസ് ഡാഷ്. അതായത് C++ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഓപ്പറേറ്റർ ഏതാണ്? ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. സീൻ എന്ന ഒബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. സീൻ
എക്സ്. ഇതാണ് ഇൻപുട്ട് എക്സ്പ്രഷൻ. ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദി ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++. C++ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് മോഡിഫയേഴ്സ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ടൈപ്പ് മോഡിഫയേഴ്സ് അറിയണം. ഓക്കെ, ടൈപ്പ് മോഡിഫയേഴ്സ് ആർ സം കീവേഡ്സ്. ടൈപ്പ് മോഡിഫയേഴ്സ് കുറച്ച് കീവേഡുകളാണ്. ദാറ്റ് ആർ പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പ്. ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഈ കീവേഡുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. എന്തിനാണ് ഈ കീവേഡ് യൂസ് ചെയ്യുന്നത്? ടു മോഡിഫൈ ദി സൈസ് ആൻഡ് റേഞ്ച് ഓഫ് ദാറ്റ് ഡാറ്റ ടൈപ്പ്. ആ ഡാറ്റ ടൈപ്പിന്റെ സൈസിനെയോ അതിന്റെ റേഞ്ചിനെയോ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. അപ്പോൾ ടൈപ്പ് മോഡിഫയേഴ്സ് ആർ സം കീവേഡ്സ് ദാറ്റ് ആർ പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്സ്. എന്തിനു വേണ്ടി? ടു മോഡിഫൈ ദി സൈസ് ആൻഡ് റേഞ്ച് ഓഫ് ദാറ്റ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്ന ടൈപ്പ് മോഡിഫയേഴ്സ് നോക്കാം. ഷോർട്ട്, ലോങ്, സൈൻഡ്, അൺസൈൻഡ്. ഇത്രയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഉണ്ട്. ഷോർട്ട്, ഇന്റ് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആവുന്ന ഡാറ്റ ടൈപ്പ് ആണ്, എക്സിറ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ്. അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഷോർട്ട് യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ്ഡ് 2 bytes ഇന്റിജറിന്റെ സൈസ് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പല സൈസ് ആയിരിക്കും. 4 ആകാം, 2 ആകാം. അപ്പൊ അത് നമുക്ക് 2ലേക്ക് ഫിക്സ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷോർട്ട് ഇന്റ് എന്ന് യൂസ് കഴിഞ്ഞാൽ അത് 2 bytes കൺസ്യൂം ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ അടുത്തത് ലോങ് ആണ്. ലോങ് ഇന്റ്, ഇന്റിജർ ഓൾറെഡി 2 byte ആണ് വിചാരിച്ചോളൂ, അതിന് ഡബിൾ നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലോങ് ഇന്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഫിക്സ് ഫ്രം 2 bytes to 4 bytes. ഓക്കെ, അടുത്ത സൈൻഡ് ആണ്. സൈൻഡ് ഇന്റ് എന്ന് യൂസ് ചെയ്യും. ഓക്കെ, സൈൻഡ് ഇന്റിന്റെ പ്രത്യേകത എന്താണ്? അത് നെഗറ്റീവ് റേഞ്ചിനെയും പോസിറ്റീവ് റേഞ്ചിനെയും സപ്പോർട്ട് ചെയ്യും. ഒരു നമ്പർ എന്താവാം? നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അതിനകത്ത് നമുക്ക് ഏത് നമ്പർ സ്റ്റോർ ചെയ്യാൻ സാധിക്കണം. അപ്പൊ റേഞ്ച് വേണം. നെഗറ്റീവ് വാല്യൂവിന് സപ്പോർട്ട് ചെയ്യണം ആൻഡ് പോസിറ്റീവ് വാല്യൂവിന് സപ്പോർട്ട് ചെയ്യണം. നമുക്കൊന്ന് യൂസ് ചെയ്യാം സൈൻഡ് ഇന്റ് എന്ന് യൂസ് കഴിഞ്ഞാൽ രണ്ടിനെയും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതേസമയം അൺസൈൻഡ് ഇന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തേ സപ്പോർട്ട് ചെയ്യുള്ളൂ? പോസിറ്റീവ് റേഞ്ചിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഒരാളുടെ ഏജ് ഒക്കെ കംപ്ലീറ്റ് എന്തായിരിക്കും? പോസിറ്റീവ് റേഞ്ച് ആയിരിക്കും. അതുപോലെ ഒരു സ്റ്റേഡിയത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് വരില്ല. ഓക്കെ, പോസിറ്റീവ് റേഞ്ച് ആയിരിക്കും വരുന്നത്. ഓക്കെ, ആ കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അൺസൈൻഡ് ഇന്റ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് ടൈപ്പ് മോഡിഫയേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റീറൈറ്റ് ദി ഫോളോയിങ് കോഡ് യൂസിംഗ് ഫോർ ലൂപ്പ്. താഴെ തന്നിരിക്കുന്ന കോഡിനെ ഫോർ ലൂപ്പിലേക്ക് നമുക്ക് റീറൈറ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെ ചെയ്യും നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ കോഡൊന്ന് പരിചയപ്പെടാം. ഇന്റ് എക്സ് ഈക്വൽ ടു 1, എക്സിലേക്ക് 1 സ്റ്റോർ ചെയ്തു. ദെൻ സ്റ്റാർട്ട് സി ഔട്ട് എക്സ്, എക്സിനെ പ്രിന്റ് ചെയ്തു. എക്സിന്റെ വാല്യൂ 1 ആണ്, 1 പ്രിന്റ് ചെയ്യും. ദെൻ എക്സിനെ അപ്ഡേറ്റ് ചെയ്യൂ. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. എക്സ് 1 ആയിരുന്നു, എന്നോട് എത്ര ആഡ് ചെയ്യും? 5 ആഡ് ചെയ്യും. ഓക്കെ, ആഡ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഏതിൽ വർക്ക് ചെയ്യും? 50 വരെ ചെക്ക് ചെയ്യും. 50 വരെ വർക്ക് ചെയ്യും. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് വീണ്ടും കൂടെ മൂവും, സ്റ്റാർട്ടിലേക്ക് മൂവ് ചെയ്യും. സി ഔട്ട് എക്സ് പ്രിന്റ് ചെയ്യും, എക്സിനെ അപ്ഡേറ്റ് ചെയ്യും, എക്സിനെ ചെക്ക് ചെയ്യും, ഗോ ടു സ്റ്റാർട്ട്. വീണ്ടും എക്സ് പ്രിന്റ് ചെയ്യും, എക്സിനെ അപ്ഡേറ്റ് ചെയ്യും, എക്സിനെ ചെക്ക് ചെയ്യും, ദെൻ ഗോ ടു സ്റ്റാർട്ട്. ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് ആക്ച്വലി ഒരു ലൂപ്പാണ്. ഇത് നമുക്ക് ഫോർ ലൂപ്പിലേക്ക് റീറൈറ്റ് ചെയ്യണം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇന്റ് എക്സ്, എക്സ് എന്ന വാരിയബിൾ നമ്മൾ കൊടുത്തു. ദെൻ സിമ്പിൾ ഫോർ എക്സ് ഈക്വൽ ടു 1, 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 വരെ മൂവ് ചെയ്യണം. ഓക്കെ, ഇനി അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യണം എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 5 എന്ന് കൊടുത്താലും എക്സിനെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അതിനെ പ്രിന്റ് ചെയ്യണം. അപ്പൊ സി ഔട്ട് എക്സിനെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. എക്സിന്റെ വാല്യൂ 1 ആണ്, എക്സ് ഏതിൽ വർക്ക് ചെയ്യും? 50 വരെ വർക്ക് ചെയ്യും. എക്സിനെ അപ്ഡേറ്റ് ചെയ്തു. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 അല്ലെങ്കിൽ എക്സ് പ്ലസ് 5 നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഔട്ട്പുട്ട് ഇങ്ങനെ പറയാം. ഫസ്റ്റ് എക്സിന്റെ വാല്യൂ 1 ആണ്, 1 പ്രിന്റ് ചെയ്യും. ഓക്കെ, പിന്നെ എക്സിനോട് 5 ആഡ് ചെയ്യും. 5 ആഡ് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 പ്ലസ് 6 ആണ്, സോറി 1 പ്ലസ് 5 ആണ്. അപ്പൊ 6 പ്രിന്റ് ചെയ്യും. ഓക്കെ, 6നോട് വീണ്ടും 5 ആഡ് ചെയ്യും.
5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 പ്രിന്റ് ചെയ്യും. ഓക്കെ, 11നോട് വീണ്ടും 5 ആഡ് ചെയ്യും. 5 ആഡ് കഴിഞ്ഞാൽ 16 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഈ രീതിയിലായിരിക്കും അത് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കമ്പയർ ദി സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഇഫ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇഫിനെയും സ്വിച്ചിനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇഫ് എന്ന കോളമുണ്ട്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇഫിനകത്ത് മോർ ഫ്ലെക്സിബിൾ ആണ്. ഇഫ് നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, മോർ ഫ്ലെക്സിബിൾ ആണ്. ദെൻ സ്വിച്ച് ലെസ് ഫ്ലെക്സിബിൾ ആണ്. ദെൻ ഇഫ് can perform on all relation operations equal to, not equal to, less than, is equal to, greater than or equal to. ഇത്രയും റിലേഷൻ ഓപ്പറേഷന് മുകളിൽ മൊത്തം എന്ത് വർക്ക് ചെയ്യും? ഇഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ബട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് can only perform on equality operation. ഈക്വാലിറ്റി ഓപ്പറേഷന് മുകളിൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ? സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഫോർ ഫാൾസ്. ഇഫിൽ ഫാൾസ് അല്ലെങ്കിൽ എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഫാൾസ് ആണെങ്കിൽ എൽസ് ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതേസമയം സ്വിച്ചിൽ ഫാൾസ് ആണെങ്കിൽ എന്താ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക? ഡീഫാൾട്ട് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീഫാൾട്ട് ആണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഈഫും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമോങ് ദി ഫോളോയിങ് ഈസ് എൻ ഇൻസേർഷൻ ഓപ്പറേറ്റർ? ഏതാണ് ഒരു ഇൻസേർഷൻ ഓപ്പറേറ്റർ? ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓപ്പറേഷൻ. രണ്ട് ഓപ്പറേഷൻ, ഇൻസേർഷൻ ഓപ്പറേറ്റർ ഉണ്ട്, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മെയിൻ കോമ്പണൻസ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് മെയിൻ കോമ്പണൻസ് എന്തൊക്കെ നോക്കാം. നമുക്കറിയാം, 1 ലൂപ്പ് control variable, 2 initialization expression, 3 test expression, then body of loop, then update expression. ഓക്കെ, ഇത്രയാണ് ഒരു ലൂപ്പിന്റെ മെയിൻ കോമ്പണൻസ്. ലൂപ്പ് കൺട്രോൾ വാരിയബിൾ, ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ലൂപ്പ് കൺട്രോൾ വാരിയബിൾ എല്ലാ ലൂപ്പിലും ഒരു വാരിയബിൾ ഉണ്ടായിരിക്കും. ആ വാരിയബിൾ പറയുന്നതാണ് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ലൂപ്പ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ ഒരു ഇനീഷ്യൽ പൊസിഷൻ വേണം. അത് നമുക്ക് ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂപ്പ് ഏതുവരെ വർക്ക് ചെയ്യണം, കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ട്രൂല് വർക്ക് ചെയ്യും, ഫാൾസ് ആകുമ്പോൾ ടെർമിനേറ്റ് ആവണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കണ്ടീഷൻ വേണം, ട്രൂ ആണോ ഫാൾസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി. ബോഡി ഓഫ് ലൂപ്പ്, ലൂപ്പിനകത്ത് എന്താണോ വർക്ക് ചെയ്യേണ്ടതാണ് ബോഡി ഓഫ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് ലാസ്റ്റ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഓരോ സ്റ്റെപ്പും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റെപ്പിലേക്കും, സെക്കൻഡ് സ്റ്റെപ്പിൽ തേർഡ് സ്റ്റെപ്പിലേക്കും, അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കും നമുക്ക് എന്ത് ചെയ്യണം? മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനോട് അപ്ഡേറ്റ് എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോർ ലൂപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റ് ഐ, അത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ഈക്വൽ ടു 1, അത് ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഒരേ സമയം ലൂപ്പ് കൺട്രോൾ വേരിയബിളും ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഐ ഈസ് എ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇനീഷ്യലൈസേഷൻ മീൻസ് ഐ ഈക്വൽ ടു 1. Then next I less than or equal to 10. That is a test expression. അതിനെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ദെൻ ബോഡി ഓഫ് ലൂപ്പ് ആണ് താഴെ വരേണ്ടത്. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു? ലൂപ്പിനകത്ത് അപ്ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തു. ഓക്കെ, ഇതിനെ കൊടുക്കുന്നത് I++ എന്ന അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ബോഡി ഓഫ് ലൂപ്പാണ് വരുന്നത്. ബോഡി ഓഫ് ലൂപ്പിനകത്ത് ബ്രാക്കറ്റിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കൊടുക്കുന്നത് Cout അതിനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇതാണ് ബോഡി ഓഫ് ലൂപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ, ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ് ആൻഡ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ഇതാണ് ലൂപ്പിന്റെ മെയിൻ എലമെന്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഡിഫർ ഇൻ ലൂപ്പ് വിത്ത് എക്സാമ്പിൾ. നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്താണ്, വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ,
Okay, next question. Are the following C+ code using if-else statement? താഴെ നമുക്കൊരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ആ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്താണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. സ്വിച്ച് ഓഫ് ചോയ്സ്, സ്വിച്ചിന്റെ കേസ് എന്തായിട്ട് വരണം? ചോയ്സ് ആയിട്ട് വരണം. ആ ചോയ്സിന്റെ കേസ് എന്താവാം? 1 ആകാം, 0 ആകാം. 1 ആണെങ്കിൽ സിഔട്ട് only 1 എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഇനി ചോയ്സിന്റെ കേസ് 0 ആണെങ്കിൽ 0 എന്ന് പ്രിന്റ് ചെയ്യണം. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇനി കേസ് 1 അല്ല 0 അല്ല, അപ്പൊ ഡീഫാൾട്ട് വർക്ക് ചെയ്യണം, എൻഡ് എന്ന് പറയണം. സിഔട്ട് എൻഡ് എന്ന് പറയണം. ഓക്കെ, ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് എങ്ങനെയാണോ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ആൻസർ ഫസ്റ്റ് പറഞ്ഞു, ഇഫ് ചോയ്സ് ഈക്വൽ ടു 1 ആണോ നോക്കുന്നു. ഓക്കെ, 1 ആണെങ്കിൽ നമ്മൾ പറയുന്ന സിഔട്ട് only 1 എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് എൽസ് ഇഫ് ആണ്. അതും അല്ലെങ്കിൽ ചോയ്സിന്റെ വാല്യൂ 0 ആണോ നോക്കും. ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സിഔട്ട് 0 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ 1 അല്ല 0 അല്ല, അപ്പൊ നമ്മൾ പറയാം എൽസ് എന്ത് പറഞ്ഞു? സിഔട്ട് എൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇഫ് ചോയ്സ് ഈക്വൽ ടു 1 ആണെന്ന് നോക്കും. 1 ആണെങ്കിൽ സിഔട്ട് 1 എന്ന് പറയും. എൽസ് ഇഫ് അതും അല്ലെങ്കിൽ ചോയ്സ് ഈക്വൽ ടു 0 ആണെന്ന് നോക്കും. ആണെങ്കിൽ 0 പ്രിന്റ് ചെയ്യും, ഇല്ലെങ്കിൽ എൻഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് C+ കോഡ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. താഴെ തന്നിരിക്കുന്ന C+ കോഡിന്റെ ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം കോഡിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. i equal to 1, for i equal to 1, i 1 സ്റ്റാർട്ട് ചെയ്യും. i less than or equal to 5, i 5 വരെ വർക്ക് ചെയ്യും. അതിനെ അപ്ഡേറ്റ് ചെയ്യും, 1 വെച്ച് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ലൂപ്പ് ട്രൂ ആണെങ്കിൽ സിഔട്ട് ഒരു ടാബ് വർക്ക് ചെയ്യാൻ പറയും, i പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഐയുടെ വാല്യൂ 3 ആണ് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറയും. ഓക്കെ, ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐയുടെ വാല്യൂ ഫസ്റ്റ് 1 എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, പിന്നെ ടാബ് വർക്ക് ചെയ്യുന്നു. ടാബ് വർക്ക് ചെയ്യും. ടാബ് വർക്ക് ചെയ്തതിനു ശേഷം ഐനെ 3 കൊണ്ട് ചെക്ക് ചെയ്തു. ഐയുടെ വാല്യൂ 1 ആണ്. 1 ഈക്വൽ ടു 3, അത് ട്രൂ അല്ല. ട്രൂ ആണെങ്കിൽ ബ്രേക്ക് വർക്ക് ചെയ്യുള്ളൂ. വീണ്ടും ഐ അപ്ഡേറ്റ് ചെയ്തു. 3 ആയി, i 2 ആയി. ഓക്കെ, 2 ആകുമ്പോൾ ടാബ് കീ വർക്ക് ചെയ്യും, ഐ പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 2 എന്നാണ്. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യും? ആ 2നെ 3 കൊണ്ട് കമ്പയർ ചെയ്യും. ആ 2 ഈക്വൽ ടു 3 അല്ല, ഫാൾസ് ആണ്. ഫാൾസ് വീണ്ടും എന്ത് ചെയ്യും? ഐ അപ്ഡേറ്റ് ചെയ്യും. ഐ എത്രയായി? 3 ആയി. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇത് വർക്ക് ചെയ്യും. ടാബ് കീ വർക്ക് ചെയ്തു, ഐ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഐ പ്രിന്റ് ചെയ്തപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 3 ആണ്. 3 ചെക്ക് ചെയ്തു. 3 ഈക്വൽ ടു 3, കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ സംഭവിക്കുക? ബ്രേക്ക് ചെയ്യും, പിന്നെ മുന്നോട്ട് മൂവ് ചെയ്യില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 2 3 എന്ന ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്. ഓക്കെ, then next question, identify the 4 components of for loop: initialization expression, text expression, body of loop, update expression in the C++ code given below. താഴെ തന്നിരിക്കുന്ന C+ പ്രോഗ്രാം കോഡ് ഉണ്ട്. ഈ കോഡിലെ ഫോർ ലൂപ്പാണ് തന്നിരിക്കുന്നത്. ഈ ഫോർ ലൂപ്പിലെ ഡിഫറെന്റ് എലമെന്റ്സിനെ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റിൽ വരുന്നത് ലൂപ്പ് ഇനീഷ്യലൈസേഷൻ ആണ്. ലൂപ്പ് ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ. ഓക്കെ, ഏതാ നോക്കാം. പറഞ്ഞു ലൂപ്പ് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, അതേതാ നോക്കാം. ഇതിനകത്ത് ഇതാണ് ലൂപ്പ് ഇനീഷ്യലൈസേഷൻ. ലൂപ്പ് കൺട്രോൾ വാരിയബിൾ നമ്മൾ എന്ത് ചെയ്തു?
ഇനീഷ്യലൈസ് ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ കൊടുക്കാം അതിന്റെ ആൻസർ കൗണ്ട് ഈക്വൽ ടു 1. അതാണ് ഫസ്റ്റ് എലമെന്റ്. ഓക്കെ, ഇനി സെക്കൻഡ് എലമെന്റ് ആണ് നോക്കാം. സെക്കൻഡ് എലമെന്റ് പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആണ്. അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് എക്സ്പ്രഷൻ നോട്ട് ചെയ്തു. ടെക്സ്റ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ വന്നിരിക്കുന്നത് ഇതാണ്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഓക്കെ, അപ്പൊ നമ്മൾ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഇതാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ബോഡി ഓഫ് ലൂപ്പ് ആണ്. ഓക്കെ, ബോഡി ഓഫ് ലൂപ്പ് മീൻസ് സം ഈക്വൽ ടു സം പ്ലസ് കൗണ്ട് ആണ് ബോഡി ഓഫ് ലൂപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞു അടുത്ത എലമെന്റ് ബോഡി ഓഫ് ലൂപ്പ്. ഓക്കെ, ബോഡി ഓഫ് ലൂപ്പ് സം ഈക്വൽ ടു സം പ്ലസ് കൗണ്ട്, ബോഡിക്കകത്ത് വർക്ക് ചെയ്യുന്ന സാധനം. അപ്പോൾ സം ഈക്വൽ ടു സം പ്ലസ് കൗണ്ട്, അതാണ് ബോഡി ഓഫ് ലൂപ്പിനകത്ത്. അടുത്ത എലമെന്റ് ചോദിച്ചിരിക്കുന്നത് അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, കൗണ്ട് പ്ലസ് പ്ലസ്, അതാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് പറയാം അടുത്ത എലമെന്റ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. അതായിരിക്കുന്നത് കൗണ്ട് പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പൊ ഇത്ര എലമെന്റ്സ് നമ്മൾ നോട്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ് ആൻഡ് ഫോർത്ത് എലമെന്റ്. ഓക്കെ, അപ്പൊ 5 എലമെന്റ് മൊത്തം ഉണ്ട്. ഇത് 4 ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞുള്ളൂ. 4 നമ്മൾ എന്ത് ചെയ്തു, ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യന് ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്ത് കമ്പയർ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്, വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൺസിഡർ ദി ഫോളോയിങ് C++ കോഡ്. ഇഫ് a equal to 1, see out binary digit. Else if a equal to 0, see out binary digit. Else not a binary digits. അതായത് എയുടെ വാല്യൂ 1 ആണെങ്കിലും 0 ആണെങ്കിലും നമുക്ക് എന്ത് പറയണം, ബൈനറി ഡിജിറ്റ് എന്ന് പറയണം, അല്ലെങ്കിൽ നോട്ട് എ ബൈനറി പറയണം. ഓക്കെ, അപ്പൊ എയുടെ വാല്യൂ 1 ആണ് ചെക്ക് ചെയ്യുന്നത്, ദെൻ അതുമല്ലെങ്കിൽ എയുടെ വാല്യൂ 0 ആണ് ചെക്ക് ചെയ്യുന്നത്. അത് രണ്ടും ആണെങ്കിൽ എന്ത് ചെയ്യും, ബൈനറി ഡിജിറ്റ് എന്ന് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ നോട്ട് ബൈനറി എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റീറൈറ്റ് ദി കോഡ് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് റീറൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യുന്ന നോക്കാം. സ്വിച്ച് ഓഫ് എ ആണ് സ്വിച്ചിന്റെ കേസായിട്ട് വരുന്നത്. ഓക്കെ, ഇനി സ്വിച്ചിന്റെ ബ്രാക്കറ്റിനകത്ത് പറയാം ഫസ്റ്റ് കേസ് 1 ആണോ നോക്കുന്നു, അതേസമയം കേസ് ഒരേ സമയം നമുക്ക് ചെക്ക് ചെയ്യാം, കേസ് 0 ആണോ നോക്കുന്നു. ഇപ്പൊ കേസ് 1 ഉം 0 ആണെങ്കിൽ നമുക്ക് പറയാം സി ഔട്ട് ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതിന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ നമ്മളെ 0 അല്ല 1 അല്ല, അപ്പൊ നമ്മൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്നാണ്. അപ്പൊ ഡിഫാൾട്ടില് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബൈനറി നോട്ട് എ ബൈനറി, ഡിഫാൾട്ട് പറഞ്ഞിരിക്കുന്നത് നോട്ട് എ ബൈനറി ആണ്. അപ്പൊ നമ്മൾ വീണ്ടും സി ഔട്ട് നോട്ട് എ ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അതോടുകൂടി പ്രോഗ്രാം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് 1 ഉം 0 ഉം ഒരേ കേസിൽ നമ്മൾ ചെക്ക് ചെയ്തു. കേസ് 1 കേസ് 0 ആണെങ്കിൽ ബൈനറി ഡിജിറ്റ് അല്ലെ, അതല്ലെങ്കിൽ ഡിഫാൾട്ട് നോട്ട് എ ബൈനറി. ഓക്കെ, ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.